ഇവിടുത്തെ ലോക്കലായിട്ടുള്ള എല്ലാ പേഷ്യൻസിനും എന്നെ നേരിട്ട് നല്ലപോലെ അറിയാം. പിന്നെ എൻ്റെ പ്രവർത്തനം അവരുടെ അടുത്തുള്ള എൻ്റെ സമീപനവും അവർക്ക് എന്നോടുള്ള സമീപനവും എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. അത്രയും സിൻസിയറായിട്ട് എൻ്റെ അടുത്ത് പെരുമാറിയിട്ടുള്ള അതൊക്കെ തന്നെയായിരിക്കും എൻ്റെ ഒരു വിജയം എന്ന് എനിക്ക് തോന്നുന്നു. 1991 ഞാനും എൻ്റെ ഒരു ടെക്നീഷ്യനും കൂടെ ചേർന്ന് ആറ്റിങ്ങലിൽ ആദ്യമായിട്ട് ട്രിവാൻഡ്രം ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി എന്നൊരു സ്ഥാപനം തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്തതിന് ശേഷം അത് ലിക്വിഡേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആ ഫോം ലിക്വിഡേറ്റ് ചെയ്തതിന് ശേഷം 1998 എൻ്റെ പേരിൽ തന്നെ ഡോക്ടർ ഗിരിജാസ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി എന്ന് പറഞ്ഞ് ഈ സ്ഥാപനം ഡോക്ടർ ഗിരിജാസ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി തുടങ്ങിയത്. ഏകദേശം 9 ബ്രാഞ്ചസ് ഇപ്പോൾ ഉണ്ട്. ഇനി ഒരു ബ്രാഞ്ചസ് ഓൾറെഡി ഓപ്പൺ ആവും. ഒരു വർഷം ചെല്ലുന്നതോറും ഫാസ്റ്റ് ഇംപ്രൂവിങ് ഒരു ഫീൽഡാണ് ഈ ലബോറട്ടറി ഫീൽഡ്. ഈ ലബോറട്ടറി ഫീൽഡിൽ നടക്കുന്ന ഈ അഡ്വാൻസ് അതിന്റെ ഡെവലപ്മെന്റ് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി. അൾട്രാസൗണ്ട് സ്കാനിങ്, മാമോഗ്രാഫി, OPG, ഡെന്റ സ്കാൻ, അതുപോലെ തന്നെ CT സ്കാൻ, MRI, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഇപ്പം നമ്മുടെ ലാബിൽ അവൈലബിൾ ആണ്. ഓരോ ഡിപ്പാർട്ട്മെന്റ് വെച്ചാൽ ഓരോരോ ടെസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന വളരെ ക്വാളിഫൈഡ് ആയിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ആണ്. അവരെ മേൽനോട്ടത്തിനായിട്ട് നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിനെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും വെച്ചിരിക്കുന്നത്. എല്ലാ ബ്രാഞ്ചുകളിലും ഒരുവിധമുള്ള എല്ലാ സൗകര്യങ്ങളും മോഡേൺ എക്യുപ്മെന്റ്സും സഹായത്തോടെ എല്ലാ ടെസ്റ്റുകളും ചെയ്യുന്നുണ്ട്. കൂടാതെ നമുക്ക് വീടുകളിൽ പോയി കിടക്കുന്ന രോഗികൾക്ക് നിന്ന് സാമ്പിൾ കളക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വാസ്തവം പറഞ്ഞാൽ എൻ്റെ ഈ വളർച്ചയെന്ന് പറഞ്ഞാൽ അതിൽ 3/4 ഭാഗവും മോർ ദാൻ 80% നമ്മുടെ സ്റ്റാഫിന്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. അവരുടെ ആത്മാർത്ഥതയും അവരുടെ സിൻസിയർ ആയിട്ടുള്ള വർക്കും ആണ് ഇതിന്റെ ഒരു മൂലധനം. എല്ലാ വിധ ടെസ്റ്റുകളും നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. വളരെ കൃത്യതയോടെയാണ് ഈ ടെസ്റ്റുകൾ ചെയ്ത് റിസൾട്ട് കൊടുക്കുന്നത്. അധികം സമയം എടുക്കാറില്ല. പിന്നെ റീസണബിൾ റേറ്റ്സ് മാത്രമേ നമ്മൾ എവിടെ നിന്ന് വാങ്ങിക്കാറുള്ളൂ. മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മിഡിൽ ക്ലാസ്സിന് താഴെയുള്ള പേഷ്യൻസിനെ കുറച്ച് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഈ റേറ്റ്സ് ഇങ്ങനെ കുറച്ച് വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ ലോക്കലായിട്ടുള്ള എല്ലാ പേഷ്യൻസിനും എന്നെ നേരിട്ട് നല്ലപോലെ അറിയാം. പിന്നെ എൻ്റെ പ്രവർത്തനം അവരുടെ അടുത്തുള്ള എൻ്റെ സമീപനവും അവർക്ക് എന്നോടുള്ള സമീപനവും എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. അത്രയും സിൻസിയറായിട്ട് എൻ്റെ അടുത്ത് പെരുമാറിയിട്ടുള്ള അതൊക്കെ തന്നെയായിരിക്കും എൻ്റെ ഒരു വിജയം എന്ന് എനിക്ക് തോന്നുന്നു.